നമസ്കാരം. കേരളത്തിൽ ഏറ്റവും അധികം ക്രൂരമായിട്ടുള്ള സൈബർ ആക്രമണത്തിന് വിധേയനായിട്ടുള്ള വ്യക്തി അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പാലക്കാട് MLA ആയിരുന്നപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണ പീഡന പരാതികൾ ഉയർന്നു വന്നത്. അതിനുശേഷം ഇടത് സൈബർ ഇടങ്ങളും ഫെമിനിസ്റ്റുകളും സ്ത്രീപക്ഷവാദികളും ഇടതുപക്ഷ സഹയാത്രികരുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പോലും വളരെ മൃഗീയമായ രീതിയിൽ ആക്ഷേപിച്ചു, സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ. പിന്നീട് പിണറായി വിജയൻ്റെ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുടർന്ന് പിടികൂടി 18 ദിവസം അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നു. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് സമൂഹ മാധ്യമത്തിൽ വളരെ വലിയ പിന്തുണയാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികൾ പരിശോധിച്ചാൽ അറിയാം അത് ഏത് തരത്തിലുള്ള ശാരീരിക ബന്ധമായിരുന്നു എന്നുള്ളത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമായ ശ്രീനാദേവി കുഞ്ഞമ്മ, CPIയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന ശ്രീനാദേവി കുഞ്ഞമ്മയെക്കുറിച്ച് രാജൻ ജോസഫ് എന്ന ഒരു യൂട്യൂബർ വളരെ അധിക്ഷേപിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെയും അദ്ദേഹം വളരെ മോശമായ ഭാഷയിൽ അധിക്ഷേപിച്ചുകൊണ്ട് വീഡിയോകൾ പലതവണ ചെയ്തു. ഞങ്ങളൊക്കെ നിരവധി കേസുകൾ നേരിടുന്ന വ്യക്തികളാണ്. സർക്കാരിനെയും പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും വിമർശിച്ചതിൻ്റെ പേരിലും ചില സമുദായക്കാരെ അവർക്കെതിരെ വാർത്തകൾ ചെയ്തതിൻ്റെ പേരിലുമൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള പലർക്കെതിരെയും കേസുകളുണ്ട്. ഞങ്ങളിപ്പോഴും കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാനൊക്കെ അപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുള്ള ഒരു കാര്യം, ഇത്രയധികം ആക്ഷേപങ്ങൾ പരസ്യമായി നടത്തിയിട്ടും രാജൻ ജോസഫിനെ പോലെയുള്ള ഒരാളെ എന്തുകൊണ്ട് പോലീസ് തൊടുന്നില്ല എന്നൊരു സംശയവും ആശങ്കയും നിരാശയും ഒക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം നിയമമാകുമ്പോൾ അത് എല്ലാവർക്കും ബാധകമാകണം, അല്ലാതെ ഒരു വിഭാഗത്തിന് മാത്രം ബാധകമാകേണ്ട ഒന്നല്ല ഈ നിയമം എന്ന് പറയുമ്പോൾ. നിയമത്തിന് മുന്നിൽ എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാ പൗരന്മാരും തുല്യരാണ് എന്നാണ് വയ്പ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ രാജൻ ജോസഫിനെതിരെ ശ്രീനാദേവി കുഞ്ഞമ്മ അടൂർ പോലീസിൽ പരാതി കൊടുത്തു. പിന്നീടും രാജൻ ജോസഫ് സമൂഹ മാധ്യമത്തിലൂടെ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പോസ്റ്റ് ചെയ്തു, ഞാൻ ഇന്ന സ്ഥലങ്ങളിൽ പോകാറുണ്ട്, മുടിവെട്ടാൻ പോകാറുണ്ട്, ചായ കുടിക്കാൻ പോകാറുണ്ട്, താൻ ഗൂഗിൾ പേ വഴിയാണ് ഇവിടങ്ങളിലൊക്കെ പണം കൊടുക്കുന്നത്, പണം കയ്യിൽ കൊണ്ട് നടക്കാറില്ല, പോലീസ് എന്നെ പിടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സമൂഹ മാധ്യമത്തിലൊരു പോസ്റ്റ് ചെയ്തിരുന്നു. ആ പോസ്റ്റ് ചെയ്തതിൻ്റെ മണിക്കൂറുകൾക്ക് ശേഷം രാജൻ ജോസഫിനെ അടൂരിൽ പോലീസ് കൊച്ചിയിൽ നിന്ന് പിടികൂടി കൊണ്ടുവന്നു. അടൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന രാജൻ ജോസഫിനെ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ മർദ്ദിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി. സ്വാഭാവികമാണത്. കൊച്ചിയിൽ നിന്ന് പോലീസ് പിടികൂടി അടൂരിലേക്ക് കൊണ്ടുവന്ന രാജൻ ജോസഫിനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്തായ ഫെന്നി നൈനാൻ്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് 10-20 പേർക്കെതിരെ എന്തായാലും കേസൊക്കെ എടുത്തിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം ഒരു ഭരണകൂടത്തെയോ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയോ അഴിമതികളെ വിമർശിക്കുന്നത് പോലെയല്ല ഒരു വ്യക്തിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. രണ്ട് വ്യക്തികൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും നമ്മുടെ നിയമവ്യവസ്ഥ നമ്മുടെ പൗരന്മാർക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ സ്വകാര്യതയിൽ ഒളിഞ്ഞു നോക്കേണ്ട യാതൊരു കാര്യവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുകയാണ്. അദ്ദേഹത്തിന് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന നിമിഷം അദ്ദേഹം ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ കോടതിയുടെ വിധി വരുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയധികം അധിക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. യൂട്യൂബർമാരാണ്, അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമപ്രവർത്തകരാണ്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരാണ് എന്നു കരുതി ആരെയും എന്തും പറയാം എന്നുള്ളൊരു ധാരണ ശരിയല്ല. അതിന് ഒരു അറുതി വരുത്തുക തന്നെ വേണമെന്ന് പലതവണ ഞാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ രംഗത്തെ വളരെ ഗൗരവകരമായി കൊണ്ടുപോകാനാണ് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഇഷ്ടം. പക്ഷേ നിർഭാഗ്യവശാൽ യൂട്യൂബർ എന്നും ഓൺലൈൻ മാധ്യമങ്ങളെന്നും ഒക്കെ പറഞ്ഞ് ഒരു മൊബൈലും പൊക്കി പിടിച്ചുകൊണ്ട് മരണ വീടുകളിലും കല്യാണ വീടുകളിലും വയസ്സറിയിച്ച വീടുകളിലും ഒക്കെ ചെന്ന് തിക്കി തിരക്കുന്ന കുറേ ജന്മങ്ങളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു പരാമർശമുണ്ടായത്. അപ്പോൾ എന്തായാലും രാജൻ ജോസഫിനെ കോടതി റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചിട്ടുണ്ട്. ഈ രാജൻ ജോസഫിനോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് അവിടുത്തെ പ്രാദേശിക CPM നേതാക്കളാണ് എന്നുള്ള ഒരു വിവരവും ശ്രീനാദേവി കുഞ്ഞമ്മ പുറത്തുവിട്ടിട്ടുണ്ട്. ഇനി പറയാൻ തുടങ്ങിയ കാര്യത്തെക്കുറിച്ച് പറയാം. ഇതൊരു ആമുഖമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ഇന്ന് ഒരു സമൂഹ മാധ്യമത്തിൽ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കാണാനിടയായി, ഒരു വ്യക്തിയുടെ കുറിപ്പ് കാണാനിടയായി. ആ വ്യക്തി പരോക്ഷമായി സൂചിപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെയാണ്. അതായത് മുൻ MLA ആയിരുന്ന നിരവധി സ്ത്രീ പീഡന കേസുകളിൽ പെട്ടിട്ടുള്ള ഒരാൾക്കെതിരെ നോർത്ത് ഇന്ത്യയിലും 5 യുവതികൾ പീഡന പരാതി നൽകിയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും പോലീസ് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ മഹാൻ ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ആ പോസ്റ്റ് വായിക്കുന്ന ആർക്കും അറിയാം അത് രാഹുൽ മാങ്കൂട്ടത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയുള്ളതാണ് എന്നുള്ളത്.
എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പൊതുപ്രവർത്തകനും ഒരു ജനപ്രതിനിധിയുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടിയിരുന്നു. പക്ഷേ ആ ജാഗ്രത പാലിക്കാത്തത് കൊണ്ടോ എന്തുകൊണ്ടോ ചിലർ ഇത്തരത്തിലുള്ള പരാതികളുമായി മുന്നോട്ട് വന്നു. അത് വലിയ രീതിയിൽ ഇടതുപക്ഷങ്ങളൊക്കെ ആഘോഷമാക്കി അദ്ദേഹത്തിന് ജയിലിലടച്ചു. പക്ഷേ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ സമൂഹ മാധ്യമ അക്കൗണ്ട് പരിശോധിച്ചാൽ അറിയാം, ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹത്തിനുള്ള പിന്തുണ. അതായത് രണ്ടുപേർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അതിലൊരാൾ പിന്നീട് കൊണ്ടുപോയി പുരുഷനെതിരെ പരാതി കൊടുക്കുന്നു. ഒരു പുരുഷനും പിന്നീട് സ്ത്രീ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതിപ്പെടാൻ കഴിയില്ലല്ലോ. കാരണം സ്ത്രീകൾക്ക് അധിക നിയമപരിരക്ഷയുള്ള ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അത്തരത്തിലുള്ള പരാതി നൽകാനൊന്നും പുരുഷന്മാർക്ക് അത്തരത്തിലുള്ള പരാതി നൽകാനൊന്നും കഴിയില്ല. ഇവിടെ ആയിരക്കണക്കിന് കേസുകളാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത്. അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചില സ്ത്രീകൾ കൊടുക്കുന്ന പരാതി. ഒരു പുരുഷനും സ്ത്രീയും ഇഷ്ടപ്പെടുന്നു, അതിനുശേഷം ഇവർ തമ്മിൽ സ്നേഹത്തിലോ അല്ലെങ്കിൽ കാമം ശമിപ്പിക്കാനോ എന്തിനോ ആവട്ടെ ഇവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷം എന്തെങ്കിലും ഒരു തർക്കമോ വൈരാഗ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ചയുണ്ടാകുമ്പോൾ അത് പുരുഷനെതിരെ പരാതി കൊടുക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ ഉൾപ്പെടെ പലരും പറഞ്ഞിട്ടുണ്ട്. കാരണം സ്ത്രീകൾക്കുള്ള അതേ വികാരവും വിചാരവും കുടുംബവും കൂടപ്പിറപ്പുകളും മാതാപിതാക്കളും പങ്കാളികളുമൊക്കെ പുരുഷനുമുണ്ട്. അവർക്കും ഒരു മനസ്സും ഹൃദയവും ഒക്കെയുണ്ട്. പുരുഷൻ തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ ഇത്തരത്തിൽ നിയമം ദുരുപയോഗം ചെയ്യുന്നവരെ നിയമത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കാനുള്ള യാതൊരു വഴിയുമില്ല. ഇവിടെ എത്രയോ ഹണി ട്രാപ്പുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഹണി ട്രാപ്പുകളുടെ പിന്നാമ്പുറം തേടിപ്പോയാൽ പല മാന്യ വ്യക്തികളുടെയും മുഖംമൂടിയൊക്കെ അഴിഞ്ഞു വീണ് പൂർണ്ണ നഗ്നരായി സമൂഹത്തിന് മുന്നിൽ നിൽക്കേണ്ട ഗതിയുണ്ടാകും. പക്ഷേ നിവൃത്തിയില്ല, നിസ്സഹായരാണ് ഇതേക്കുറിച്ച് അറിയാവുന്നവരെല്ലാം തന്നെ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ലക്ഷ്യമാക്കിയാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു 4, 5, 50 പേരെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ലൈംഗിക പരാതി കൊടുപ്പിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മുമ്പും ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരം സമൂഹ മാധ്യമത്തിലൂടെയൊക്കെ അധിക്ഷേപിച്ചു കൊണ്ടിരുന്ന, പരസ്യമായി രംഗത്ത് വന്നിരുന്ന, ഇപ്പോൾ മന്ത്രിമാരോടൊപ്പമൊക്കെ നിന്ന് ഫോട്ടോ എടുത്തൊക്കെ ഇട്ട് ഞാൻ മന്ത്രിമാരുമായിട്ടൊക്കെ വലിയ അടുപ്പത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സിനിമാ നടി എന്ന് അവകാശപ്പെടുന്ന, മാധ്യമങ്ങളൊക്കെ അവതാരകയെന്നും മാധ്യമപ്രവർത്തകയെന്നും സിനിമാ നടിയെന്നും ഒക്കെ പല വിശേഷണങ്ങൾ ചാർത്തി കൊടുത്തിട്ടുള്ള, ഞാൻ ഇന്നുവരെ കേൾക്കാത്ത, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഉയർന്നു വന്നപ്പോൾ മാത്രം കേട്ട ഒരു വ്യക്തി, ഒരു സ്ത്രീ, അവർ പറഞ്ഞത് തന്നെ എന്താണ്, ഒരു സ്ത്രീ പുരുഷനോടൊപ്പം ഹോട്ടലിലേക്ക് പോകുന്നത് അല്പം ലാണലയ്ക്ക് വേണ്ടിയാണ്, ഒരു ഹഗ്ഗിങ്, ഒരു കിസ്സിങ്, അതിനപ്പുറമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ എന്നോട് പറയേണ്ട, അല്ലെങ്കിൽ പരസ്യമായി പറയേണ്ട, നിങ്ങൾ തന്നെ മനസ്സിൽ വിചാരിച്ചോ. ഈ രാജൻ ജോസഫിനെ പോലെയുള്ളവരെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിരുന്നത് CPM-കാരാണെന്നുള്ളത് വ്യക്തമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ അയാളെ അടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ CPM-ന്റെ പ്രാദേശിക നേതാക്കൾ അവിടേക്ക് വന്നത്. അയാൾക്ക് വേണ്ടി അയാളെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ പരാതികൾ ഉണ്ടായേക്കാം നോർത്ത് ഇന്ത്യയിൽ നിന്ന്. കാരണം കേരളത്തിൽ ആൾക്കാർക്കൊക്കെ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലായി. ഇതിൽ എത്രത്തോളം ഗൗരവമുണ്ട്, ഇത് ബലാത്സംഗമായിരുന്നോ അല്ലെങ്കിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധമായിരുന്നോ എന്നുള്ള കാര്യമൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. നോർത്ത് ഇന്ത്യയിൽ പാത്രം കൂട്ടുകയും പാറ്റകളോടൊപ്പം കിടക്കുന്നവരുമൊക്കെ ഇഷ്ടംപോലെയുണ്ട്. അവരിൽ ആരെങ്കിലും 5, 50 പേരെ ഇവിടെ കൊണ്ടുവന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർക്കെങ്കിലും എതിരെ ഒരു പരാതി കൊടുക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അങ്ങനെ ഒരു പരാതി കൊടുത്താൽ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഈ ഇപ്പോൾ വന്നിരിക്കുന്ന CPM-ലുള്ള ഈ ഒരു വലിയ പ്രശ്നങ്ങൾ, പിണറായിക്കെതിരെ വരുന്ന വിഷയങ്ങൾ, ഇവരുടെ ഓരോ നിമിഷവും ഓരോ മണിക്കൂറുകളിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ തട്ടിപ്പുകളൊക്കെ അതൊക്കെ വിസ്മൃതിയിലാകും. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് എപ്പോഴും ഇത്തരം മഞ്ഞ വാർത്തകളിലാണല്ലോ താല്പര്യം. അപ്പോൾ ഞാൻ പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ട് വീണ്ടും ചിലരൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സൂചനയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫേസ്ബുക്ക് കുറിപ്പ്. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അത് രാഹുൽ മാങ്കൂട്ടത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല. അദ്ദേഹം വീണ്ടും ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് തിരിച്ചു വരുന്നത് പലർക്കും സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിന് തടയിടാൻ അവർ എന്തും ചെയ്യും. അതുകൊണ്ട് ഇത്തരം വ്യാജ പരാതികൾ ഉയർന്നു വന്നു കഴിഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല.